എന്നാ ഇപ്പൊ ശരിയായിട്ടതാ. ലാലേട്ടന് എതിരാളിയോ? ദൈവമേ. അവാർഡ് നേട്ടത്തിന് പിന്നാലെ എത്തിയ മോഹൻലാലിന്റെ ഫോൺ കോളിനെ കുറിച്ച് വിനായകൻ. ഏത് അവാർഡ് പ്രഖ്യാപനവും സാധാരണഗതിയിൽ വിവാദങ്ങളുടെ മുന്നോടിയായിരിക്കും. സിനിമ എന്ന ജനകീയ മാധ്യമത്തിൽ സമൂഹത്തിന്റെ വിലയിരുത്തലും വൈവിധ്യമേറിയതാകും എന്നതിനാൽ അത് സ്വാഭാവികമാണ് താനും. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചവർ ഉണ്ടായിരുന്നെങ്കിലും വലിയ തോതിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാതിരുന്ന സംസ്ഥാന അവാർഡ് പ്രഖ്യാപനമാണ് കഴിഞ്ഞുപോയത്. അഭിനേതാക്കൾക്കുള്ള പുരസ്കാരങ്ങളിലെ വഴിമാറലായിരുന്നു അതിന്റെ പ്രധാന കാരണം. വിനായകന്റെ അവാർഡ് നേട്ടം സോഷ്യൽ മീഡിയ ഇനിയും ആഘോഷിച്ചു തീർന്നിട്ടില്ല. ഇത്തരത്തിലൊന്നിന് തങ്ങളുടെ ക്യാമ്പയിനും കാരണമായിട്ടുണ്ടാവാമെന്ന് സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകൾ ചിന്തിച്ചാൽ തെറ്റു പറയാനാവില്ല. അവാർഡ് നേട്ടത്തിനു പിന്നാലെ തന്റെ വീട്ടുമുറ്റത്ത് ക്യാമറ ഫ്ലാഷുകൾക്ക് നടുവിൽ നിന്നപ്പോഴും വിനായകൻ പക്ഷേ അയാളായി തന്നെയാണ് നിന്നത്. പിറ്റേന്നത്തെ പത്രങ്ങളിലെ മുഖ്യ വാർത്തയ്ക്കൊപ്പം പുഞ്ചിരി തൂകി നിൽക്കുന്ന സ്ഥിരം പോസിലുള്ള ഫോട്ടോയ്ക്ക് വൈമുഖം പ്രകടിപ്പിച്ചത്. ഇത്രകാലവും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതിരുന്നതിന് കാരണമുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു. എറണാകുളം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംബന്ധിക്കുകയായിരുന്നു അദ്ദേഹം. അവാർഡ് നേട്ടത്തിൽ വിളിച്ച് അഭിനന്ദിച്ചവരിൽ മോഹൻലാലും ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്നതിന്റെ കാരണവും വിനായകൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയും മോഹൻലാലും വിളിച്ച് അഭിനന്ദിച്ചെന്ന് വിനായകൻ പറയുന്നു. ലാലേട്ടൻ വിളിച്ചിരുന്നു, സന്തോഷം തോന്നി. മുഖ്യമന്ത്രിയും വിളിച്ചിരുന്നു. സത്യം പറഞ്ഞാൽ മുഖ്യൻ വിളിച്ചപ്പോൾ ലേശം ഭയം തോന്നി. മോഹൻലാലിന് എതിരാളിയാവുമോ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരിൽ നിന്നുള്ള അടുത്ത ചോദ്യം. ലാലേട്ടനൊക്കെ എതിരാളിയോ? ദൈവമേ എന്ന് വിനായകന്റെ മറുപടി. എന്തുകൊണ്ടാണ് ഇത്ര കാലവും മീഡിയയിൽ വരാതിരുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ. ഒരു നടൻ എന്ന നിലയിൽ അഭിനയിച്ച സിനിമകൾ മുന്നിൽ വെച്ച് ഞാൻ സ്വയം വിലയിരുത്താറുണ്ട്. 70കളിലെയും 80കളിലെയും 90കളിലെയും ഒക്കെ സിനിമ കണ്ടവർ ഇവിടെയുള്ളപ്പോൾ കുറച്ചു കാലത്തെ മാത്രം അനുഭവപരിചയമുള്ള ഞാൻ ഒരു നടനാണെന്ന് പറയാനുള്ള അധികാരം എനിക്കില്ലെന്ന് സ്വയം തോന്നി. അതിനാലാണ് മാധ്യമങ്ങളിൽ നിന്ന് ഇത്ര കാലവും അകന്നു നിന്നത്. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.